ലാസ്റ്റ് വീക്ക് വിഷു, ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ അങ്ങനെ ഒരുപാട് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇത് ഓൾറെഡി എൻ്റെ കസിൻസിൻ്റെ വെക്കേഷൻ ടൈം കൂടിയാണ്. മാത്രമല്ല എക്സാംസിൻ്റെ ഒക്കെ തിരക്കുണ്ട്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് തന്നെ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തു. കണ്ടിട്ട് കുറേ നാളായതുകൊണ്ട് തന്നെ പകുതി മുക്കാൽ ദിവസവും വർത്താനം പറഞ്ഞു തന്നെ പോയി. പിന്നെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ഡേക്ക് ആയപ്പോഴാണ് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് എങ്കിലും ചെയ്യേണ്ടേ എന്നുള്ളൊരു പ്ലാൻ വന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തൊരു ഡേ ഔട്ടിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത് മാമൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ഇപ്രാവശ്യവും അവിടെ വെച്ച് തന്നെയായിരുന്നു. വീടിനടുത്തായിട്ട് ഒരു വലിയ കായലുണ്ട്. സോ ഈവനിങ് അവിടെ പോയി ഒന്ന് ചിൽ ഔട്ട് ചെയ്യുക, അതായിരുന്നു നമ്മുടെ പ്ലാൻ. 2 വണ്ടിയിലായിട്ട് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ കാലിൽ ആളെ ഫില്ല് ചെയ്ത് വന്നപ്പോഴേക്കും ഞാനും എൻ്റെ ബ്രദറും പുറത്തായി. ഇനി എന്താ ചെയ്യുക? നടക്കുക, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ നമ്മളൊരു ഷോർട്ട് കട്ട് പിടിച്ച് നേരെ നടന്നു തുടങ്ങി. അമ്മയുടെ കസിൻ്റെ പഴയ വീടിൻ്റെ ബാക്കിലായിട്ട് ലേക്ക് സൈഡും നല്ല ലാൻഡ്സ്കേപ്പും ഉണ്ട്. ഇതിനു മുന്നേ നമ്മൾ അവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങോട്ടേക്കാണ് അവർ പോയി എന്നുള്ളൊരു അസംഷനിൽ നമ്മളും അങ്ങോട്ട് തന്നെ പോയി. ഇതാണ് ഞാൻ പറഞ്ഞ അമ്മയുടെ കസിൻ്റെ പുതിയ വീട്. ഇതിൻ്റെ ബാക്കിലായിട്ട് അവരുടെ ഒരു പഴയ വീടുണ്ട്. ഇപ്പം ഈ ഒരു വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിലും ഞാൻ ഈ വീടിനെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് കുഞ്ഞയും അമ്മയൊക്കെ പറഞ്ഞു തന്ന കഥകളിലൂടെയാണ്. കാരണം അവരുടെ ചൈൽഡ്ഹുഡിൻ്റെ ബെസ്റ്റ് പാർട്ടും അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയായിരുന്നു. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അവർ പറഞ്ഞ കഥകളിലുള്ളതുപോലെ ആ വീട് ഒന്ന് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. കഥയൊക്കെ പറഞ്ഞ് അങ്ങ് എത്തിയപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ റോങ് ആയിട്ടുള്ളൊരു സ്പോട്ടിലാണ് എത്തിയിരിക്കുന്നതെന്ന്. കാരണം അവരിവിടെ ഇല്ല. ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് നിൽക്കവെയാണ് കുഞ്ഞയുടെ കോള് വരുന്നത്. ഇനി എന്താ ചെയ്യുക? ഈ വന്ന വഴിയെല്ലാം തിരിച്ചു നടക്കുക. അങ്ങനെ അറ്റ് ലാസ്റ്റ് റോഡിലെത്തിയപ്പോൾ നമ്മൾ അവരെ കണ്ടു. നമ്മളും അവരോട് ജോയിൻ ചെയ്തു. എൻ്റെ അമ്മയും മാമനും ഒക്കെ കളിച്ചു വളർന്ന ആ ഒരു പഴയ സ്ഥലമല്ല ഇതിപ്പോൾ. ഇതിൻ്റെ ഔട്ട്ലുക്ക് ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ ടൂറിസം ഒക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എൻ്റെ ഫാമിലിയിലെ ഏറ്റവും മൂത്ത പേരക്കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ കസിൻ ഗ്യാങ്ങിൽ ടീനേജ് മുതൽ 1 വയസ്സിന് താഴെ പ്രായമുള്ള മെമ്പേഴ്സ് വരെ ഉണ്ട്. ഇതായി കിടക്കുന്നതൊക്കെ ആ കസിൻ ഗ്യാങ്ങിൽ വരുന്ന ആൾക്കാരാണ്. എത്തിയ ഉടനെ തന്നെ എല്ലാവരും അവരവരുടെ എൻജോയ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. പെട്ടെന്നാണ് ആ വെള്ളത്തിലിട്ടിരിക്കുന്ന ആ ഒരു കളർഫുൾ ബെഞ്ച് നമ്മുടെ കണ്ണിൽ പെട്ടത്. വേറെ ആരെങ്കിലും വന്ന് ആ ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളെല്ലാവരും നേരെ അതിൻ്റെ അടുത്തേക്ക് ഓടി സീറ്റ് പിടിച്ചു. പിന്നെ അതിൻ്റെ മുകളിലിരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കൊതി തീർന്നപ്പോഴാണ് അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയത്. കുട്ടി ഗാങ്സ് എല്ലാം ഫുൾ ഓൺ ആയിരുന്നു. ഇവിടെ വന്ന് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രത്യേകിച്ചുള്ളൊരു പ്ലാനൊന്നും നമുക്കില്ലായിരുന്നു. പെട്ടെന്നാണ് ഒരു ഹൗസ് ബോട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഹൗസ് ബോട്ടിലുള്ളവരെല്ലാം പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഫുൾ വൈബിങ് ആയിരുന്നു. അത് കണ്ടപ്പോൾ നമുക്കൊരാഗ്രഹം ഹൗസ് ബോട്ടിൽ കയറണമെന്ന്. പക്ഷേ ഈ ഹൗസ് ബോട്ട് എന്നുള്ളത് നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തതുമാണ്, മാത്രമല്ല കുറച്ച് എക്സ്പെൻസീവുമാണ്. പിന്നെന്താ ഈ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹൗസ് ബോട്ട് കൂടി കണ്ടപ്പോൾ നമ്മുടെ കൺട്രോൾ പോയി. പിന്നെന്താ വെള്ളത്തിലൊക്കെ കളിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നു. പെട്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മയുടെ കസിൻ, ആള് വന്നിട്ട് ആ ഒരു ബോട്ടിൻ്റെ ഓണറിനോട് സംസാരിച്ച് നമുക്ക് അതിനകത്ത് കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ളൊരു പെർമിഷൻ വാങ്ങി തന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളെല്ലാവരും ചാടി ബോട്ടിൽ കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറിയ ഉടനെ തന്നെ ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് നമ്മൾ കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അമ്മയുടെ കസിന് ഈ ഒരു ബോട്ട് ഓണറിനെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നമുക്കൊരു ഫ്രീ റൈഡ് ഓഫർ ചെയ്തു. അതെൻ്റെ ഫസ്റ്റ് ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം വളരെ മെസ്മറൈസിങ് ആയിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു പഴയ വീട്, അതിൻ്റെ ബാക്കിലുള്ള വരമ്പൊക്കെ കണ്ടു. അമ്മയുടെയും കുഞ്ഞിയുടെയൊക്കെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്ലേസാണ് അവിടെ. ഇത്രയും നാളും കഥകളിലൂടെ മാത്രം വിഷ്വലൈസ് ചെയ്തിരുന്ന ആ ഒരു പ്ലേസസൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ വല്ലാത്തൊരു ഗൂസ് ബംസ് തോന്നി എനിക്ക്. കായലിൻ്റെ മുകളിലൂടെയായിട്ട് ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ടായിരുന്നു. റെയിൽവേ ട്രാക്കും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജായിരുന്നു. കറക്റ്റ് നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ട്രെയിനും പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ആ ബോട്ട് നന്നായിട്ട് ഉലയുന്നുണ്ടായിരുന്നു. പേർപ്പസ്ഫുള്ളി ചെയ്തതാണോ ആക്സിഡൻ്റലി സംഭവിച്ചതാണോ എന്നറിയത്തില്ല. പക്ഷേ എല്ലാവരുടെ മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. ആ പേടി ഉള്ളിലൊതുക്കി വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെ ആ ജേർണി നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ഇടയ്ക്ക് കാറ്റടിച്ച് കുഞ്ഞു കസിൻസ് എല്ലാം ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പയ്യെ അവരെല്ലാം അങ്ങ് സെറ്റിൽ ചെയ്തു. അങ്ങനെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് നല്ലൊരു സൺസെറ്റ് സ്പോട്ട് ചെയ്യുന്നത്. സത്യത്തിൽ അത് കണ്ടതിന് ശേഷമാണ് നമ്മൾ സമയത്തെക്കുറിച്ചൊന്ന് ബോധേഡായത്. നമ്മൾ
നമ്മുടെ ജേർണിയുടെ ഡ്യൂറേഷൻ ഇതാ കഴിയാറായി. നമ്മുടെ ബോട്ട് ഇതാ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവിടെ കുറച്ച് പേര് കയാക്കിംഗ് ഒക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്കും അതൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് വൈകിയതുകൊണ്ടും കുഞ്ഞു കസിൻസ് എല്ലാം ഉറക്കമായതുകൊണ്ടും ആ പ്ലാൻ അന്ന് വേണ്ടാന്ന് നമ്മൾ തീരുമാനിച്ചു. ഓരോരുത്തരും അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ നോക്കി കുറച്ച് പേര് അവിടെ നിന്നു. ഇതെൻ്റെ ഏറ്റവും എൽഡർ ബ്രദറും യങ്ങർ ബ്രദറുമാണ്. ഇവരുടെ കോംബോ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. വളരെ മെച്യൂർഡായിട്ടാണ് എൻ്റെ എൽഡസ്റ്റ് ബ്രദർ കുഞ്ഞുങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. ഇതിനിടയിൽ എൻ്റെ കുഞ്ഞ് അവിടെയുള്ള ഏതോ ഒരു ചെളിയിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ പയ്യെ പുള്ളിക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് ചെരുപ്പൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നെങ്കിലും പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്തു പോയിട്ടുണ്ടായിരുന്ന ഔട്ടിങ്ങിനേക്കാൾ വളരെ നൈസായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ ഔട്ടിങ്.